KCL മൂന്നാം സീസണിന് ഇന്ന് തുടക്കമാകുമ്പോൾ ജയിച്ചു തുടങ്ങണമെന്ന വാശിയിലാണ് ടീമുകൾ. കളി തീരും വരെ ഇനി എല്ലാ ദിവസവും പുത്തൻ പുലരിയിൽ പ്രതീക്ഷകൾ പങ്കുവച്ച് താരങ്ങൾ ഒപ്പമുണ്ടാകും. ക്യാപ്റ്റൻ അഖിൽ MS ആണ് ഇന്നത്തെ അതിഥി. BS കൃഷ്ണരാജ് ഒപ്പമുണ്ട്. കൃഷ്ണരാജിലേക്ക്. കേരള ക്രിക്കറ്റ് ലീഗ് സീസൺ 3 തുടങ്ങാൻ ഇനി അധിക സമയമില്ല. ഇന്ന് ഉദ്ഘാടന മത്സരത്തിൽ തൃശ്ശൂർ ടൈറ്റൻസും കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസും ഏറ്റുമുട്ടുകയാണ്. അപ്പോൾ തൃശ്ശൂർ ടൈറ്റൻസിൻ്റെ ക്യാപ്റ്റൻ നമുക്കൊപ്പം ചേരുകയാണ്. അഖിൽ, മത്സരം അധിക സമയമില്ല. അപ്പോൾ ഈ പ്രഭാതത്തിൽ എന്താണ് നിങ്ങളുടെ പ്രതീക്ഷകൾ? തീർച്ചയായിട്ടും വളരെ എക്സൈറ്റഡ് ആണ്. അതുപോലെ തന്നെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഒരു ടീമിന് ലീഡ് ചെയ്യുന്ന KCL. അപ്പോൾ തീർച്ചയായിട്ടും ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ കാലിക്കറ്റായിട്ടുള്ള മത്സരമാണ് ഫസ്റ്റ് നമ്മൾ കളിക്കാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി ഈ ഒരു 2 വീക്സിൽ കാര്യങ്ങൾ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്നത് പോലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഈക്വലി ബാലൻസ്ഡ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റുന്നത് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ശരി, ഇപ്പോൾ ക്യാപ്റ്റനായിട്ട് ആദ്യമായിട്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഒരുപക്ഷെ ഒരു സമ്മർദ്ദം ഉണ്ടാക്കാവുന്ന കാര്യമാണ്. പക്ഷെ നിങ്ങളെപ്പോലെ പ്രൊഫഷണൽസിന്, ക്രിക്കറ്റിനെ വളരെ പ്രൊഫഷണലായി സമീപിക്കുന്ന ആൾക്കാർക്ക് അത് ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ ആ സമ്മർദ്ദത്തെ എങ്ങനെയാണ് ആസ്വദിക്കുന്നത്? ക്യാപ്റ്റനായിട്ട് KCL ആദ്യമായിട്ടാണെങ്കിലും പക്ഷേ ഞാൻ ഓൾറെഡി കുറേ വർഷങ്ങളായിട്ട് ക്യാപ്റ്റൻസി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ക്ലബ് ക്രിക്കറ്റിലാണെങ്കിലും ഇപ്പോൾ നമ്മുടെ AGS ടീമിൻ്റെ ക്യാപ്റ്റനാണ്. ഒരു 6-7 വർഷമായിട്ട് AGSൻ്റെ ക്യാപ്റ്റനാണ്. അപ്പോൾ സമ്മർദ്ദം നമുക്ക് ഓരോ മാച്ചിൻ്റെ സിറ്റുവേഷനിലാണ്. അതിപ്പോൾ ക്യാപ്റ്റൻ ആണെങ്കിലും അല്ലെങ്കിലും നമുക്ക് തീർച്ചയായിട്ടും സമ്മർദ്ദങ്ങൾ ഉണ്ടാവും. പക്ഷേ അത് നമ്മൾ എങ്ങനെ ആ ഒരു സമയത്ത് നമ്മൾ ആ ഒരു സമ്മർദ്ദങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നതിലാണ് നമ്മുടെ ആ ഒരു സക്സസ് ഇരിക്കുന്നത്. തീർച്ചയായിട്ടും അത് എനിക്ക് സാധിക്കുന്നത് തന്നെയാണ് എനിക്ക് പ്രതീക്ഷ. ഈ പ്രഷർ സിറ്റുവേഷനിൽ ഒരു ബാറ്ററായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിൻ്റെ അത്ര എളുപ്പമാണോ ഒരു ക്യാപ്റ്റനായിട്ട് ഒരു പ്രഷർ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യുക? രണ്ടും ഏകദേശം ഹാൻഡിൽ ചെയ്യുന്ന രീതി നമ്മൾ എങ്ങനെ ആ ഒരു സമയത്ത് എടുക്കുന്നതാണ്. ഇപ്പോൾ ബാറ്റ്സ്മാൻ ആണെങ്കിലും ഇപ്പോൾ നമ്മളൊരു സെൻറ്ററിൽ ബാറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവും നമുക്കൊരു പാനിക്കുള്ള ഒരു സിറ്റുവേഷനോ അല്ലെങ്കിൽ ഒരു പ്രഷർ സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ എന്തായാലും നമ്മളത് അതിനനുസരിച്ച് ചെയ്തേ പറ്റുള്ളൂ. അതുപോലെ തന്നെ ക്യാപ്റ്റൻ ആകുമ്പോൾ ഈ പറയുന്ന 3 ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ നോക്കണം. ഫീൽഡിലാണെങ്കിലും ബാറ്റിങ്ങിലാണെങ്കിലും ബോളിംഗ്, ഓരോ എന്താ പറയുന്നത്, ഓരോ ബോളേഴ്സിനെ നമ്മൾ ചേഞ്ച് ചെയ്യുന്ന അതുവരെ നമ്മൾ നോക്കുക. പിന്നെ എല്ലാം നമുക്ക് ടോട്ടലി നമ്മുടെ ഒരു ഓവറോൾ നമ്മുടെ ചുറ്റിനും ഉണ്ടാകും ഓരോ കാര്യങ്ങൾ. അത് തീർച്ചയായിട്ടും ഒരു ചെറിയൊരു സമ്മർദ്ദം ഇപ്പോൾ ബാറ്റ്സ്മാനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് ക്യാപ്റ്റൻസിയിൽ കുറച്ചും കൂടെ ഉണ്ടാവും. പക്ഷേ നമ്മളത് എങ്ങനെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യുന്നു എന്നതിൽ ഇരിക്കും അതിൻ്റെ ഒരു സക്സസ്. ഉദ്ഘാടന മത്സരമാണ്. അപ്പോൾ ആദ്യ മത്സരത്തിൻ്റെ സമ്മർദ്ദം വേറെയുണ്ട്. പിന്നെ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് നല്ലൊരു ടീമാണ്. അപ്പോൾ എതിരാളികളെ എങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായിട്ടും ഞാനിപ്പോൾ ഇത്തവണത്തെ KCL 6 ടീം എടുത്തു കഴിഞ്ഞാലും 6ഉം ഈക്വലി എനിക്ക് തോന്നുന്നത് ഒരു ബാലൻസ്ഡ് സൈഡാണ്. അപ്പോൾ എല്ലാ ടീമുകളും ഒരുപോലെ ഞാൻ കാണുന്നതാണ്. ഇപ്പോൾ ഞങ്ങളുടെ ടീമാണെങ്കിലും നല്ലൊരു സ്ട്രെങ്ത്ത് രണ്ട് ഡിപ്പാർട്ട്മെൻറ്റിലും അതുപോലെ തന്നെ ഫീൽഡിലാണെങ്കിലും നല്ലൊരു സ്ട്രെങ്ത്താണ്. അതുപോലെ തന്നെ ബാക്കിയുള്ള 5 ടീം എടുക്കണമെങ്കിലും എനിക്ക് ഈ പറയുന്നത് പോലെ എല്ലാവരും ഈക്വലി ബാലൻസ്ഡ് ആണ്. അപ്പോൾ നമ്മൾ ആ ദിവസം ആ പർട്ടിക്കുലർ ഡേ നമ്മളിൽ ആര് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നു അതിലാണ് ആ ഒരു എന്താ പറയുക ജയവും പരാജയമൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മൾ എന്താണോ എക്സിക്യൂട്ട് ചെയ്യുന്ന ആ കാര്യങ്ങളെല്ലാം അത് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് നോക്കും. ഇന്നിപ്പോൾ ക്യാപ്റ്റന്മാരുടെ വാർത്താ സമ്മേളനം കഴിഞ്ഞ ദിവസം നടക്കുമ്പോൾ സച്ചിൻ ബേബി ഒരു കാര്യം പറഞ്ഞു. അതായത് ഒരുപാട് പ്ലെയേഴ്സിന് ഇതിലേക്ക് കടന്നു വരാൻ പറ്റുന്നു. എന്നാൽ പണ്ടത്തെ പോലെയല്ല, പല സിസ്റ്റം ഇങ്ങനെ പല ചുവടുകൾ ചവിട്ടി IPL ടീമിൽ കയറണം അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ കേരള ക്രിക്കറ്റ് ലീഗിൽ ഒരു ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചാൽ ഒരുപക്ഷെ ഒരു ഇന്നിങ്സ് അല്ലെങ്കിൽ ഒരു 5 വിക്കറ്റ് പ്രകടനം അല്ലെങ്കിൽ ഒരു ക്യാച്ച് അതുപോലും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാലമാണ്. അപ്പോൾ ഇത് പുതിയ തലമുറയ്ക്ക് എങ്ങനെയാണ് കേരള ക്രിക്കറ്റ് ലീഗ് ഒരു വലിയ ഇടമായി മാറുന്നത്? തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം സച്ചിൻ ബേബി പറഞ്ഞതുപോലെ തന്നെ ഇതൊരു എന്താ പറയുക അടുത്തൊരു പ്ലാറ്റ്ഫോമിലേക്കുള്ളൊരു ലാഡറാണ്. അപ്പോൾ എന്താ പറയുക, നമ്മളുടെ യങ്സ്റ്റേഴ്സിന് കിട്ടുന്ന വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ പറയുന്ന പോലെ IPL, അതുവഴി ഇന്ത്യ കാര്യങ്ങളൊക്കെ എത്താനുള്ള ഒരു പെട്ടെന്നുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. ഒറ്റൊരു ഡേ മതി, അല്ലെങ്കിൽ ഒറ്റൊരു മാച്ച് മതി, ഒരു ഇന്നിങ്സ് മതി, അല്ലെങ്കിൽ ഒറ്റൊരു ഓവർ മതി. ഇപ്പോൾ ലൈക്ക് വിഘ്നേഷ് പുത്ത് ലാസ്റ്റ് 2 വർഷം ഇപ്പോൾ IPL കളിച്ചു. അത് ഫസ്റ്റ് സീസണിലെ ആ ഒരു മാച്ച് കളിച്ച് അവൻ മുംബൈയിൽ പോകുന്നു, ട്രയൽസ് പങ്കെടുക്കുന്നു, അവൻ്റെ ലൈഫ് തന്നെ മാറി. ഇപ്പോൾ നമ്മുടെ ഒരു എന്താ പറയുക, നമ്മുടെ പേര്
ഒരു ഫെയിം നല്ല രീതിയിൽ പോകുന്നതും അതുപോലെ തന്നെ ഫിനാൻഷ്യലി കാര്യങ്ങളെല്ലാവരും ഒരു സെറ്റിൽഡ് ആവാൻ പറ്റിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് യങ്സ്റ്റേഴ്സിന്. അപ്പോൾ ഈ പറയുന്നത് പോലെ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഈ എല്ലാ പ്ലെയേഴ്സിനും, ഈവൻ യങ്സ്റ്റേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് സീനിയേഴ്സ് ആയിക്കോട്ടെ, അവർക്കെല്ലാം കിട്ടുന്ന ഒരു വലിയൊരു പ്ലാറ്റ്ഫോമാണ്. അതിന് കേരള ക്രിക്കറ്റ് അസോസിയേഷന് നന്ദി പറയുകയാണ്. ഇപ്പോൾ ഞാനൊക്കെ കളി തുടങ്ങിയിട്ട് 10-20 വർഷമായി. 20 വർഷത്തിൽ എൻ്റെയൊക്കെ ഈ പറയുന്നത് പോലെ കുറച്ച് ലേറ്റ് സ്റ്റേജിലാണ്. നമ്മൾ ഈ പറയുന്ന പോലെ ഇന്നലെ സച്ചിൻ ബേബി പറഞ്ഞു, നമ്മൾ 2009 ആ ഒരു കാലഘട്ടത്തിൽ മുതൽ നമ്മൾ KPL കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് ലേറ്റായിട്ടാണ് നമുക്കിത് ആസ്വദിക്കാൻ പറ്റിയത്. അത് നമുക്ക് നല്ല രീതിയിൽ ഇപ്പോഴും ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് പറയുന്നതിൽ വളരെ സന്തോഷമാണ്. അപ്പോൾ അതിന് കേരള ക്രിക്കറ്റ് അസോസിയേഷന് ഒരു നന്ദി പറയുകയാണ് ഞാൻ. ഇപ്പോൾ അഖിൽ തന്നെ നേരത്തെ പറഞ്ഞു ബെസ്റ്റ് ടീമാണ് 6 ടീംസ്. കഴിഞ്ഞ വർഷം അങ്ങനെയൊന്നും ആയിരുന്നില്ല. ചില ടീമുകൾ കുറച്ച് മികച്ച ടീമുകളായിരുന്നു, ചിലത് ഫ്ലോപ്പായിരുന്നു. ആ ഒരു ഇത് തന്നെയാണ് ഒരു പക്ഷേ അതിൻ്റെ മത്സര ഫലങ്ങൾ തീരുമാനിച്ചതും അത് തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഒരു പിടി മികച്ച താരങ്ങളുള്ള ടീമുകളാണ് 6 ടീമുകളും. തൃശ്ശൂർ ടൈറ്റൻസ് 2 വർഷവും ഫൈനലിനരികെ എത്തി പുറത്തേക്ക് പോയ ടീമാണ്. ഇത്തവണ ടീം എങ്ങനെയുണ്ട്? തീർച്ചയായിട്ടും ലാസ്റ്റ് 2 സീസണിൽ ഈ പറഞ്ഞ പോലെ തൃശ്ശൂരിന് സെമി ഫൈനലിൽ വരെ എത്താൻ സാധിച്ചു. അത് വലിയൊരു കാര്യമാണ്. 6 ടീമിൽ ഒരു 4 ടീമാവുക എന്ന് പറയുന്നത് ആദ്യം വലിയൊരു കടമ്പയാണ്. അത് കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് തൃശ്ശൂർ എത്തിയിട്ടുണ്ട്. ഇത്തവണ ഈ പറയുന്ന പോലെ ടീമിൻ്റെ ഒരു കോമ്പിനേഷനും കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ ഈ പറയുന്നത് ഞാനും നല്ലൊരു കോൺഫിഡൻസ് ആണ്. എനിക്കൊരു കോൺഫിഡൻ്റ് ആണ് ഞാൻ. ഈ പറഞ്ഞ പോലെ എല്ലാ പ്ലേയേഴ്സ് ആണെങ്കിൽ പോലും എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ബാറ്റ്സ്മാൻമാരും ഉണ്ട്, അതുപോലെ തന്നെ കളി കൊണ്ടുപോകുന്ന രീതിയിലുള്ള പ്ലേയേഴ്സ് ഉണ്ട്. പിന്നെ ബോളേഴ്സ് ആണെങ്കിലും ഫാസ്റ്റ് ബോളേഴ്സ്, എന്താ പറയുക, ലെഫ്റ്റ് ഹാൻഡ് ഫാസ്റ്റ് ബോളേഴ്സ്, റൈറ്റ് ഹാൻഡ് ഫാസ്റ്റ് ബോളേഴ്സ്, സ്പിന്നേഴ്സ്, ലെഗ് സ്പിന്നേഴ്സ്, ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നേഴ്സ്, അങ്ങനെയുള്ള വെറൈറ്റി ഓഫ് മിക്സേഴ്സ് എല്ലാം നമ്മൾ ഈക്വലി ബാലൻസ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇത്തവണയും ആ ഒരു എന്താ പറയുക, നമ്മൾ അൾട്ടിമേറ്റ് ലക്ഷ്യം നമ്മളെപ്പോഴും കപ്പ് നേടുക എന്നുള്ളതാണ്. ആ ഒരു കാര്യം ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു ടീമിലെ പ്ലേയേഴ്സിനെ എല്ലാവരെയും നമ്മൾ ഒരുപോലെ പരിഗണിക്കും. അത് ഫസ്റ്റ് ലെവലിൽ വരുന്നവരായാലും അല്ലാത്തവരായാലും നമ്മൾ ഒരേ പരിഗണന കൊടുക്കും. പക്ഷേ ആ സിറ്റുവേഷൻ അനുസരിച്ചായിരിക്കും ഒരു ടീം നമ്മൾ ഉണ്ടാക്കുക. എങ്കിലും ടീമിലെ നോട്ടഡ് പ്ലേയേഴ്സ് ആരൊക്കെയാണ്? തീർച്ചയായിട്ടും നമ്മളിപ്പോൾ 20 മെമ്പർ സ്ക്വാഡാണ്. അതിൽ നമുക്കറിയാം അതിലൊരു ബെസ്റ്റ് 11 അല്ലെങ്കിൽ ബെസ്റ്റ് 12 ആയിരിക്കും നമുക്ക് വരുന്നത്. അത് നമുക്ക് ഈ പറയുന്ന പോലെ ഓരോരുത്തരുടെ പെർഫോമൻസും കാര്യങ്ങളും. നമ്മളുടെ ഇപ്പോൾ ഈ ടീം എടുക്കുകയാണെങ്കിൽ കീ ആയിട്ടുള്ള പറയാനുള്ള പ്ലേയേഴ്സ് ഷോൺ റോജർ ഉണ്ട്, ഇമ്രാൻ ഉണ്ട്, അതുപോലെ റോഹിത്, ഇനാൻ, ബിജു, അവരെല്ലാം നമ്മുടെ ഒരു കീ പ്ലെയേഴ്സാണ്. ഏകദേശം എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ടൂർണമെൻറ്റ് മൊത്തം എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ആളുകളായിരിക്കും നമ്മുടെ ഒരു കീ പ്ലെയേഴ്സ് എന്ന് പറയുന്നത്. ശരി, അപ്പോൾ ഏതായാലും ഈ പ്രഭാതത്തിൽ ഒപ്പം ചേർന്നതിന് നന്ദി. ഓണക്കാലമാണ്. 2 വരി നന്നായി പാടും അഖിലെന്ന് എനിക്കറിയാം, മുമ്പ് ഞാൻ പാടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ 2 വരി പാടി നമുക്ക് അവസാനിപ്പിക്കാം. പാട്ട് കുറേ ആയി, മീൻസ് എന്തായാലും ഞാൻ ഒരു 2 വരി പാടാം. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള മലരോണപ്പാട്ട്, തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള മലരോണപ്പാട്ട്. ശരി, ഏതായാലും അഖിൽ MS തൃശ്ശൂർ ടൈറ്റൻസിൻ്റെ ക്യാപ്റ്റനാണ് നമുക്കൊപ്പം ഈ പ്രഭാതത്തിൽ ഒപ്പം ചേർന്നത്. അവർ മണിക്കൂറുകൾക്കപ്പുറം ഉദ്ഘാടന മത്സരത്തിന് ഇറങ്ങാൻ തയ്യാറാവുകയാണ്. എല്ലാവിധ ആശംസകളും നേരുകയാണ് അഖിൽ MS തിരികെ സ്റ്റുഡിയോയിലേക്ക്.